ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഒരിക്കൽ നീർമാതളം പൂക്കും, പക്ഷേ അതിനരികിൽ ഞാനോ നീയോ ഉണ്ടാകില്ല. നമുക്കതിൻ്റെ നിറമോ ഗന്ധമോ അറിയാനുമാവില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ആ പൂക്കളിൽ ആമയുടെ ഓർമ്മകൾ ഒരു ചുവന്ന വരയായി തന്നെ കാണും. കാരണം അവൾ അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നല്ലോ. പ്രിയ കഥാകാരിയുടെ സ്മരണകൾ വേരിറങ്ങിയ മണ്ണിൽ നീർമാതളം ഒരിക്കൽ കൂടി പൂവിട്ടു. മലയാളിയുടെ മനസ്സിൽ നല്ല കഥകളുടെ നെയ്പായസം വിളമ്പിയ കമലാസുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി കോട്ടപ്പുറം കായലോരത്ത് നട്ട നീർമാതളം ഇന്ന് ആംഫി തിയേറ്റർ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അടയാളമാണ്. പൂത്തു നിൽക്കുന്ന നീർമാതളം കാണാൻ ഒട്ടനവധി പേരാണ് കോട്ടപ്പുറത്തെത്തുന്നത്. മാധവിക്കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്ന ദിവസത്തിലാണ് കോട്ടപ്പുറം പുഴയോരത്ത് നാട്ടുകാർ നീർമാതള തൈ നട്ടത്. മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുഴയോരം നവീകരിച്ച ആംഫി തിയേറ്റർ ഒരുക്കിയപ്പോൾ നീർമാതള തൈ സ്ഥലം മാറ്റി നടുകയും തറകെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലങ്ങളാണ് നീർമാതളത്തിന്റെ പൂക്കാലം. വർഷങ്ങളായി കോട്ടപ്പുറത്തെ നീർമാതള പൂക്കാലം വിനോദസഞ്ചാരികളെ ആകർഷിച്ചു പോരുന്നുണ്ട്. ഇടനാട്ടിലെയും മലനാട്ടിലെയും പുഴയോരങ്ങളിൽ സ്വാഭാവികമായി വളർന്നുവരുന്ന വൃക്ഷമാണ് നീർമാതളം. കപ്പാറേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന നീർമാതളത്തിന്റെ ശാസ്ത്രനാമം ക്രട്ടേവ മാഗ്ന എന്നാണ്. മാഗ്ന എന്ന സ്പീഷീസ് നാമത്തിന് വലുത്, മഹത്തരം എന്നിങ്ങനെയാണ് ലാറ്റിൻ ഭാഷയിൽ അർത്ഥം. 4 ബാഹ്യദളങ്ങളും 4 ദളങ്ങളുമുള്ള നീർമാതള പൂക്കൾ ആദ്യം വെള്ളയോ ക്രീം നിറത്തിലോ ആയിരിക്കും. പൂർണ്ണമായി വിരിഞ്ഞുകഴിഞ്ഞാൽ ഇവ ഇളം മഞ്ഞ നിറത്തിലായി മാറും. മൂത്രാശയ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഔഷധം കൂടിയാണ് നീർമാതളം. നീർമാതള പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്ന എത്രയോ നേർത്ത ഒരു ഗാനശകലം പോലെയാണ്. നീർമാതള പൂക്കളുടെ മണം അമ്മയുടെ താരാട്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ ആശ്ലേഷത്തിൽ നിന്ന് സ്വന്തം ശരീരത്തെ മോചിപ്പിച്ച് എത്രയോ തവണ ജനലിലേക്ക് ഓടിയിട്ടുണ്ട്, പൂത്തു നിൽക്കുന്ന നീർമാതളം ഒരു നോക്കുകൂടി കാണുവാൻ. മാധവിക്കുട്ടി പറഞ്ഞതു കണക്കെ നീർമാതളത്തിന്റെ പൂക്കാലം ആസ്വദിക്കാൻ കാഞ്ഞിരപ്പുഴയോരം തേടിയെത്തുകയാണ് പലരും. കൊടുങ്ങല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ ജനങ്ങളുടെയും ഒരു ഒഴിവു സമയങ്ങളിൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കോട്ടപ്പുറം കായലോരം. ആംഫി തിയേറ്റർ, ഈറ്റ് സ്ട്രീറ്റ്, അങ്ങനെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ കോട്ടപ്പുറം കായലോരം. ഈ കോട്ടപ്പുറം കായലോരത്തിന് വളരെ മനോഹാരിതമായി നമുക്കറിയാം, ഇന്നൊരു നീർമാതളം നമ്മുടെ ഈ കായലോരത്ത് വളർന്നു വന്നിരിക്കുന്ന ഈ നീർമാതളം ഒരു കാലത്ത് ഇവിടെ ഒട്ടനവധി ചെറുപ്പക്കാരെല്ലാവരും കൂടിയും നട്ടുപിടിപ്പിച്ച്, പക്ഷേ ഇത് വളരെ മനോഹരമായി ഇന്ന് പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം, മലയാളത്തിലെ കവിയത്രി മാധവിക്കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് നീർമാതളമാണ്. ഇത് കേരളത്തിൽ ലോകത്തെവിടെയും നീർമാതളം എന്ന് പറയുമ്പോൾ മാധവിക്കുട്ടി അമ്മയുടെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അവരുടെ ആ ഓർമ്മ നിലനിൽക്കുന്ന ഈ നീർമാതളം കൊടുങ്ങല്ലൂരിൻ്റെ തന്നെ, കേരളത്തിൻ്റെ തന്നെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലമായി മാറിയിരിക്കുന്ന ഈ കോട്ടപ്പുറം കായലോരത്ത് പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഒട്ടനവധി പേര് ഇത് അറിഞ്ഞ് ഇത് കാണുവാൻ വരുന്നുണ്ട്. ഇത് അത്രയും മനോഹാരിതമായിട്ടാണ് ഇത് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. അത് കോട്ടപ്പുറത്തിൻ്റെ തന്നെയല്ല, കൊടുങ്ങല്ലൂരിൻ്റെ തന്നെയല്ല, കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ കോട്ടപ്പുറം കായലോരത്തുള്ള ഈ നീർമാതളം. അത്രയും മനോഹരമായിട്ടാണ് ഇത് പൂത്തുലഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് classic silver ornaments, platinum പോലെ silver. ആലുകാരൻ സിൽവർ ജ്വല്ലറി,
ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.